സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മിത്രയുടെ സ്വർണ്ണങ്ങളൊക്കെ നമ്മുടെ മിത്ര അറിയാണ്ട് തന്നെ ബാഗിലാക്കുന്നുണ്ട്. മിത്ര ബാത്റൂമിൽ പോയി വരുന്ന നേരം കൊണ്ട് അതെല്ലാം സെറ്റ് ചെയ്ത് ഒക്കെ ഡ്രസ്സിൻ്റെ അടിയിലൊക്കെ ആക്കി വെക്കുന്നുണ്ട്. പിന്നീട് വാ നമുക്ക് പോകാമെന്ന് പറയും. നീ ആദ്യം ഇറങ്ങാൻ പറയും. അങ്ങനെ ബാഗുമായി മിത്ര ഇറങ്ങുന്നുണ്ട്. മിത്ര ബാഗുമായി ആദ്യം പുറത്തേക്ക് ഇറങ്ങും. പിന്നാലെ മിഥുനും പോവും. അങ്ങനെ രണ്ടുപേരും കൂടെ പോയി എന്തായാലും അവിടുന്ന് പോയി. പിന്നീട് കാറിൻ്റെ അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട്, മിഥുൻ എനിക്ക് ടെൻഷൻ ഉണ്ട്. എനിക്ക് ഒരു ലെറ്റർ പോലും എഴുതി വെച്ചിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ, നീ എന്താ തമാശ കളിക്കുന്ന? നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ളത്. നീ ഇപ്പം അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിന്നെ തെരഞ്ഞിങ്ങോട്ട് വരും. ഞാൻ 2 വർഷം നിനക്ക് വേണ്ടി കാത്തിരുന്നത് വെറുതെ ആവുന്നൊക്കെ പറഞ്ഞ്, മിഥുൻ നീ ഇങ്ങനെ എന്നെ വിഷമിപ്പിക്കല്ലേ, നീ എന്നെ വഴക്ക് പറയല്ലേ, നീ എന്നെ സമാധാനിപ്പിക്കാൻ നോക്കാണ്ട് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? ഇപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ നീ ഒന്ന് ചിന്തിക്കുന്നൊക്കെ പറഞ്ഞ് മിത്ര കരയുണ്ട്. എന്തായാലും ഞാനെന്നൊരു വോയിസ് മെസ്സേജ് എങ്കിലും അയക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ, വേണ്ട നീ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് ആ ഫോൺ വാങ്ങി സ്വിച്ച് ഓഫ് ചെയ്യും മിഥുൻ. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശീനെയാണ്, അച്ചമ്മനെയാണ്. അച്ചമ്മ അങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ എൻ്റെ ജീവൻ്റെ ജീവനായ എൻ്റെ മിത്രമോൾ ഇന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകണം. എവിടേക്ക് പോയാലും അവൾക്ക് നന്നായിരിക്കണേ, അവളുടെ പേടി മാറാൻ ഞാൻ നിന്നെ തന്നെയാണ് അവളുടെ കയ്യിൽ കൊടുത്തിട്ടുള്ളത്. അവൾക്ക് സമാധാനം സന്തോഷം ഉണ്ടാവട്ടെ. എൻ്റെ 2 കൊച്ചുമക്കളുടെയും ജീവിതത്തിൽ ഇന്ന് നല്ല ദിവസമാണ്, പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ആകെ ഒരു വിഷമമുള്ള എൻ്റെ ഗോമതിക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൽ ഒരു വിഷമം. എൻ്റെ ഗോമതിനെ കൊണ്ട് മിത്രമോളെ ഒന്ന് അനുഗ്രഹിക്കണം എന്ന് വിചാരിച്ചതാണ്, അത് നടന്നില്ല. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ നീ അതിനൊരു അവസരം ഉണ്ടാക്കി തരണം എന്നൊക്കെ പ്രാർത്ഥിച്ച് കരയുന്നു അമ്മ. ആ സമയത്ത് അച്യുതവർമ്മയും അനന്തവർമ്മയൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കല്യാണത്തിന് പോകാനായിട്ട് വരും, അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കണം. മിത്രനെ പോയി വിളിച്ചിട്ടുണ്ടായി എന്ന് പറയും. അങ്ങനെ അമ്മ മിത്രയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ റൂമൊക്കെ തുറന്ന് കിടക്കണ്. അവിടെ ഒന്നും കാണില്ല, അന്വേഷിച്ചൊക്കെ നടക്കും. പിന്നെ എന്നാൽ താഴത്തെ റൂമിൽ ഉണ്ടാവും എന്ന് പറയും. അങ്ങനെ രാജശ്രീയോട് പറയുന്നുണ്ട്, രാജശ്രീ താഴത്തെ റൂമിലുണ്ടോ നോക്ക്, അവൾ മുകളിൽ ഇല്ല എന്ന് പറയും. അങ്ങനെ താഴത്തെ റൂമിലും പോയി നോക്കും. അങ്ങനെ താഴത്തെ റൂമിലും കാണുന്നില്ല. അങ്ങനെ മിത്രനെ എല്ലായിടത്തും അന്വേഷിച്ച് നടക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ ഗോമതിനെയാണ് കാണിക്കുന്നത്. ഗോമതി ബാലേട്ടനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ബാലേട്ട അവിടെ എന്തെങ്കിലും പ്രശ്നമൊക്കെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ, എന്ത് പ്രശ്നം? ഇന്നലെ നമ്മൾ സംസാരിച്ചതല്ലേ? അതല്ല ബാലേട്ട, ഞാൻ ഇന്നലെ രാത്രി ഒരു ദുസ്വപ്നം കണ്ടു. അത് നിനക്ക് എന്നുള്ളതല്ലേ സ്വപ്നം കാണലും ഞെട്ടിയെണിക്കൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ, അങ്ങനെയല്ല ബാലേട്ട, ഞാൻ എന്ത് സ്വപ്നം കണ്ടാലും അത് അതുപോലെ നടക്കാറുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കൊരു പേടി. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നീ നല്ലോണം ദൈവത്തിനെ വിചാരിച്ചിരുന്നാൽ മതി, ഇവിടെ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയും. അങ്ങനെ പിന്നാലെ മീനാക്ഷി വന്നു പറയും, അമ്മ എന്തിനാ അച്ഛനെ വിളിച്ചോരോ എന്നൊക്കെ പറഞ്ഞത്. അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും കൃഷ്ണമംഗലം തന്നെയാണെന്ന് വെച്ചപ്പോൾ, എന്താണെന്ന് അറിയില്ല മോളെ, എനിക്ക് ആകമാനം എന്തോ സംഭവിക്കുന്ന പോലെ ഒരു തോന്നില്ല, എന്നാൽ നമുക്കൊരു ഡോക്ടറെ കാണാന്ന് പറഞ്ഞപ്പോൾ, ഡോക്ടറൊന്നും കാണണ്ട, ഒരു അസ്വസ്ഥത അത്രയേ ഉള്ളൂ, എനിക്ക് അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല മോളെ. മിത്ര ഒന്ന് കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും. എന്തായാലും നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് അവരമ്മയും മരുമോളും കൂടി അമ്പലത്തേക്ക് പോകാൻ പോകുന്നുണ്ട്. പിന്നീട് വീണ്ടും കാണിക്കുന്നത് കൃഷ്ണമംഗലമാണ്. പരക്കം പാഞ്ഞ് നടക്കണം. മിത്ര ചതച്ചു എന്നൊരു ചെറിയൊരു തോന്നൽ അമ്മയ്ക്ക് വരുന്നുണ്ട്. അമ്മ പറയുന്നുണ്ട്, നീ ചതച്ചല്ലോടി ഞങ്ങളെ എന്നൊക്കെ ചോദിച്ച് കരയുന്നുണ്ട്. ആ സമയത്ത് രാജശ്രീ മുറിയിലേക്ക് നോക്കും. മുറി പോയി നോക്കിയിട്ട് തിരിച്ചു വരുന്ന രാജശ്രീ പറയുന്നുണ്ട്, സ്വർണ്ണവും ആഭരണങ്ങളും പണവും ഒന്നും കാണില്ല അമ്മ, ഡ്രസ്സും ഇല്ല, അവൾ പോയത് തന്നെയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ബാലന് ചായ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അനുശ്രീ. അമ്മ ഉണ്ടാക്കി തരുന്നതിന്റെ പകുതി പോലും ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല അച്ഛൻ കുടിക്കണം എന്ന് പറയും, കുറ്റമൊന്നും പറയാണ്ടെന്ന് പറയും. ആ സമയത്ത് ആനന്ദ് വന്ന്, അച്ഛ ഞാൻ പോട്ടെ എന്ന് വെച്ചപ്പോൾ, അച്ഛൻ എന്തെന്ന് നടക്കാൻ പോയെന്ന് വെച്ചപ്പോൾ, ഒന്നില്ല, ഒരു സുഖമില്ല. അച്ഛൻ ഇത്രയ്ക്കും ധൈര്യമുള്ളൂ, അപ്പുറത്തെ വീട്ടുകാർ നമ്മളെ കല്യാണം വിളിച്ചില്ലെങ്കിൽ വേണ്ട, അത് അങ്ങനെ തന്നെ വെക്കണം. അതല്ല മോനെ, എനിക്ക് ഈ ഗോമതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് വിഷമം. ഗോമതിക്ക് ഇന്ന് മനസ്സ് മുഴുവനും ഭയങ്കര വിഷമമായിരിക്കും. നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഞാനല്ലേ അവൾ അടർത്തി മാറ്റി കൊണ്ടുവന്നത് എന്ന് പറഞ്ഞപ്പോൾ, അച്ഛൻ അതേക്കുറിച്ചൊന്നും ആലോചിക്കേണ്ടെന്ന് അനുവും പറയും. ആ സമയത്ത് നമ്മുടെ ആകാശ് ഓടി വരുന്നുണ്ട് കിതച്ചുകൊണ്ട്. എന്താടാ എന്താ ഉണ്ടായെന്ന് വെച്ചപ്പോൾ, അച്ഛാ അത് എനിക്ക് പറയടാ എന്ന് പറയും. അത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അച്ഛാ, എന്നാലും മിത്രനെ കാണാനില്ല എന്ന് കേൾക്കണത് എന്ന് പറഞ്ഞേ. കാണാനില്ല എന്നാ? മിത്ര ആരെ കൂടെ പോയി അങ്ങനെ ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞപ്പോൾ, നീ എന്താ മോനെ പറയുന്നത്? ഇന്ന് അവളുടെ കല്യാണമാണ്, ആ കുടുംബം തകർന്നു പോകില്ല, ആ പെൺകുട്ടി എന്താ അങ്ങനെ ചെയ്തേ? ഇല്ല, അവളൊന്നും സംഭവിക്കില്ല, നീ ഒന്ന് പോയി നോക്ക്, ആകാശിനെ ആരെങ്കിലും പറ്റിച്ചതാവും എന്ന് പറഞ്ഞാൽ ആനന്ദിനെ പറഞ്ഞയക്കും. അങ്ങനെ ആനന്ദും പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് 2 ചെറുപ്പക്കാരോട് ചോദിക്കും, നിങ്ങളിതൊന്നും അറിഞ്ഞില്ലേ, കല്യാണം മുടങ്ങി, പെണ്ണൊരു ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന് പറയും. അങ്ങനെ ആനന്ദും ഓടി അകത്തേക്ക് കയറി ഒരു മച്ച സത്യമാണ്, മിത്ര ആരെക്കൂടെ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ, എന്ത് ഈശ്വര, അവൾക്ക് എന്ത് പൊട്ടബുദ്ധിനാ പെൺകുട്ടി ചെയ്തത്, ഇന്നത്തെ ദിവസം കല്യാണം മുടങ്ങിയാലത്തെ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ബാലൻ ഇങ്ങനെ ശരിക്കും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് വിഷമിക്കുന്നത്. പിന്നെ എന്നാ നമുക്കും കൂടി പോയി നോക്കാന്ന് പറഞ്ഞപ്പോൾ, അത് വേണോ അച്ഛാന്ന് അനു ചോദിക്കുമ്പോൾ, വേണം മോളെ, നമ്മളൊരാളുടെ വിഷമത്തിൽ നമ്മൾ പങ്കുചേരണം ചെയ്യേണ്ടതല്ലാണ്ട് കൈ കൊട്ടിച്ചിരിക്കാൻ പാടില്ല, ഞാൻ അങ്ങനത്തെ ഒരാളല്ല എന്നൊക്കെ പറയും.
പിന്നീട് കൃഷ്ണമംഗലം വീണ്ടും കാണിക്കുന്നുണ്ട്. കൃഷ്ണമംഗലത്ത് അവിടെ ഉണ്ടായിരുന്ന ആള് പുറത്ത് പോയി അന്വേഷിച്ചിട്ട് പറയും, ചേട്ടാ ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കും. ഒരു ചെക്കനും പെണ്ണും കൂടെ ഇന്നലെ രാത്രി പാതിര നേരത്ത് ഒരു കാറിൽ കയറി പോണത് കണ്ട് ലക്ഷണം ബാഗൊക്കെ ഉണ്ട്. മുഖലക്ഷണമൊക്കെ പറഞ്ഞ നിലയ്ക്ക് അത് നമ്മുടെ മിത്രയെന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ആകെ തകർന്നിരിക്കുന്നുണ്ട്. അങ്ങനെ പോലീസിൽ വിവരം അറിയിക്കാന്നൊക്കെ പറയും. അലോകിനോട് പറയുന്നുണ്ട്, നാട് മുഴുവൻ അന്വേഷിക്കടാ, നമ്മുടെ ആൾക്കാരെയൊക്കെ വിട്ട് അവളെ എവിടെയാണെങ്കിലും അവളെ അങ്ങോട്ട് പിടിച്ചുകൊണ്ടുവരണം എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണും പറയുന്നുണ്ട്, എനിക്കും തോന്നുന്നുണ്ട് ഈ കല്യാണത്തിന് മിത്രയ്ക്ക് തീരെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് അവൾ വർത്താനത്തിൽ നിന്നൊക്കെ മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അവരെല്ലാവരും കൂടെ പേടിച്ച് നിൽക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അലോക് 4 വഴിക്കും ഓടി നടക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. എല്ലായിടത്തേക്കും അന്വേഷിച്ച് അലോകിന്റെ കല്യാണവും പോകും. പിന്നീട് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്, ഞങ്ങളൊരു 15 മിനിറ്റിനുള്ളിൽ ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങണ്ടെന്ന് പറയാൻ പോലും അച്യുതോർമ്മയ്ക്ക് ആവില്ല. നാവ് കഴിഞ്ഞിങ്ങനെ നിൽക്കായിരിക്കും. ആന്ന് മാത്രം പറയുള്ളൂ. ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും അവർ അറിയിക്കില്ല. പിന്നീട് ആനന്ദവർമ്മയുടെ ഫോണിലേക്ക് വീണ്ടും കോള് വരുന്നത് ഭക്ഷണം എന്തോരം കുറച്ചും കൂടി ഉണ്ടാക്കണ ആൾക്കാർ കൂടുതലുണ്ടോ, ഇവിടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയല്ലോ എന്നൊക്കെ പറയുന്നൊരു കാണിക്കുന്നുണ്ട്. അപ്പം എന്തായാലും അയാൾ പറയുന്നുണ്ട്, വേണ്ട ഞാൻ എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് പറയും. അങ്ങനെ അവർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഉദ്ദേശം മനസ്സിലായി. മിത്രയെങ്കിൽ ഒരു സൂചന പോലും കൊടുക്കാണ്ട് പോയത് കൊണ്ട് തന്നെ ആരെ കൂടെയാണ് പോയത്, എങ്ങനെയാണ് പോയതെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു തുമ്പും ഒരു തെളിവും ഒന്നും ആ വീട്ടിൽ അവശേഷിച്ചിട്ടില്ല. ഡ്രസ്സും സ്വർണ്ണാഭരണങ്ങളും മാത്രം കാണാതായിട്ടുള്ളൂ. പിന്നീട് അമ്മ പറയുന്നുണ്ട്, എനിക്ക് മരിച്ചാൽ മതി, എനിക്കിനി ജീവിക്കേണ്ട, അവളെ നമ്മളെ ചതിച്ച് ഇല്ല, നമ്മളെ കുട്ടീനെ അവൾ നമ്മളെ ചതിക്കില്ല എന്ന് അച്ഛമ്മ അങ്ങനെ തീർത്ത് പറയുമ്പോൾ, ഇല്ല അമ്മ, സ്വർണ്ണാഭരണങ്ങൾ വരെയും കാണാണ്ടായ നിലയ്ക്ക് അവൾ പോയത് എന്നെ, അവൾ നമ്മളെ ചതിച്ച്. അപ്പം നമ്മുടെ അച്യുതോർമ്മ ചോദിക്കുന്നുണ്ട് ചേട്ടനോട്, ചേട്ടാ നമ്മളെ വീട്ടിൽ ചരിത്രം ആവർത്തിക്കണമെന്ന് വെച്ചപ്പോൾ, ഇല്ല ഒരു ചരിത്രം ആവർത്തിക്കില്ല, അവൾ എവിടെ ഉണ്ടെങ്കിലും നമുക്ക് അവളെ പിടിച്ചുകൊണ്ടിരണം എന്നുള്ള വാശിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്നാലും അയാൾ തളർന്ന് പൊട്ടിക്കരയുന്ന ഒരു ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പുറത്ത് നിന്ന് കഴിഞ്ഞിട്ട് അമ്മയും ഇപ്പുറത്ത് അച്ഛനും നിന്ന് കരയിന്. രണ്ടുപേർക്കും അമ്മയ്ക്ക് അമ്മ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ ജീവിക്കില്ല, എൻ്റെ മോൾ എന്നെ ചതിച്ചു. അച്ഛമ്മ പറയുന്നില്ല, ചിലപ്പോൾ സ്വർണ്ണാഭരണങ്ങളോ ആരെങ്കിലും അപകടപ്പെടുത്തിയതാവുള്ളൂ, അല്ലാണ്ട് നമ്മുടെ പിത്രയ്ക്ക് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് പറയും. എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി എന്താ അടുത്ത വഴി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കൃഷ്ണമംഗലത്തുകാർ ഇങ്ങനെ ആകെ വിഷമമായിട്ട് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.